കരയെ തലോടിക്കൊണ്ട് കടന്നു പോകുന്ന തിരമാലകളുടെ ജില്ലയായ ആലപ്പുഴയുടെ തീരത്തെ മാരാരി ബീച്ചിലേക്ക് കടന്നു ചെന്നപ്പോൾ മണലാരണ്യത്തിലെ ഹരിതഭൂമിയാണ് ദൃശ്യമായത്. രസങ്ങളും കാഴ്ചകളും ഏറെയുള്ള ഉപ്പുകലർന്ന മണ്ണിലെ മികച്ചൊരു ജൈവഭൂമി. ഒന്നും രണ്ടുമല്ല, 100-ൽ പരം സസ്യജാലങ്ങളാണ് മാരാരിക്കുളത്തെ CGH ഗ്രൂപ്പിന്റെ മാരാരി ബീച്ചിലുള്ളത്. ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും ഔഷധ സസ്യങ്ങളും വരെ വളരെ ശ്രദ്ധയോടുകൂടി നട്ടുവളർത്തിയിരിക്കുന്നു. നാട്ടിൽ നിന്ന് ഹരിതപൂർണമായ അന്തരീക്ഷം മറയുമ്പോൾ പുല്ലുമുളയ്ക്കാത്ത മണലിൽ സസ്യങ്ങൾ കരുത്തോടെ വളരുന്നു. കൃഷിയുടെ ഗന്ധമുള്ള പ്രകൃതിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാരാരി ബീച്ച് ഒരു സ്വപ്ന ഭൂമിയായി മാറുന്നു. പഴയ ഗ്രാമീണ അന്തരീക്ഷം നിലനിർത്തിയാണ് ഇവിടെ ഓലമേഞ്ഞ വീടുകൾ നിലനിർത്തിയിരിക്കുന്നത്. നാട്ടിൽ നല്ല ഓലകൾ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓലകൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ മേഞ്ഞിരിക്കുന്നത്. ശുദ്ധമായ വായു ശ്വസിക്കാനും ജൈവ ഉൽപ്പന്നങ്ങൾ കഴിക്കാനും മാരാരിയിലെ കൊച്ചുവനം വഴിയൊരുക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഇതൊരു ജൈവ ഫാം ടൂറിസം സെന്ററായി ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ചത് മെയിനായിട്ട് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് ഈ നമ്മുടെ ട്രോപ്പിക്കൽ വേസ്റ്റുകളൊന്നും അധികം അവർ കണ്ടിട്ടുണ്ടാകത്തില്ല. ഉദാഹരണത്തിനുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക, ഈ ബനാന, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഗസ്റ്റ് കാണാത്തതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 4 ഏക്കർ പച്ചക്കറിത്തോട്ടമുണ്ട്. ആ പച്ചക്കറിത്തോട്ടത്തിൽ ഈ ഫാം തുടങ്ങാനുള്ള കാര്യം ഗസ്റ്റിന് ഒരു അവയർനെസ് ഉണ്ടാകാനും ഗസ്റ്റിന് ഇത് കാണാനും ഗസ്റ്റിന് ഇതിനെപ്പറ്റി അനുഭവിച്ചറിയാനുമുള്ള ഒരു ഐഡിയയിലാണ് നമുക്ക് ഈ ഫാം കിച്ചൺ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഗസ്റ്റിന് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ഈ നമുക്കൊരു ഫാം കിച്ചണിൽ ഗസ്റ്റിനെ നമ്മൾ ഷെഫ് കൊണ്ടുപോയിട്ട് അതിലുള്ള എല്ലാ പച്ചക്കറികളും എല്ലാം കാണിക്കും. ഹേർബ്സ് ഉണ്ട്, കുറേ ഹേർബ്സ് ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറേ വേജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഈ വേജിറ്റബിൾസിനെല്ലാം ഗസ്റ്റിന് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വനം പോലെ എല്ലാ സസ്യജാലങ്ങളും ചേർന്ന് വളരുന്ന ഒരു കൊച്ചുഭൂമി. കച്ചവടമോ ലാഭമോ ലക്ഷ്യമിടാതെ ആലപ്പുഴയുടെ കടൽ തീരത്ത് ആരെയും ആകർഷിക്കുന്ന നല്ലൊരു ഹരിതഭൂമി ഒരുക്കണമെന്നായിരുന്നു CGH ഗ്രൂപ്പിന്റെ ലക്ഷ്യം. 5 വർഷത്തിലേറെക്കാലം വളരെ ശ്രദ്ധയോടുകൂടി സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് മണലാരണ്യത്തിലെ ഹരിതവനം. ഉപ്പ് കലർന്ന മണലിൽ കരമണ്ണും കമ്പോസ്റ്റും ചേർത്ത മിശ്രിതമിട്ട് മേൽത്തട്ടൊരുക്കിയാണ് കൃഷികൾ ആരംഭിച്ചത്. കൃഷിവകുപ്പിന്റെ പ്രോത്സാഹനവും ഉണ്ടായപ്പോൾ കൃഷി ചെയ്യാൻ ഉത്സാഹം കൂടി. ഓരോ ചെടികളും നട്ട് കൃത്യമായ പരിചരണം നൽകി വളർത്തിയെടുക്കുവാൻ ആദ്യകാലങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടെന്ന് സുബ്രഹ്മണ്യം പറയുന്നു. വിശാലമായ പറമ്പിലെ 20 സെന്റ് സ്ഥലത്ത് വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ ചെടികൾ നട്ടുവളർത്തിയിട്ടുണ്ട്. ചിട്ടയോടുകൂടിയാണ് ഓരോ ചെടികളും നട്ടിട്ടുള്ളത്. ഗ്രാമീണ മേഖലകളിൽ കണ്ടിരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട 25-ൽ പരം ചെടികൾ ഈ പൂന്തോട്ടത്തിലുണ്ട്. നമ്മുടെ തനതായിട്ടുള്ള ചെടികളാണ് അധികവും ഇതിൽ നട്ടു വളർത്തിക്കുന്നത്. ഇതിൽ നമ്മളിവിടുന്ന് റോസോ അങ്ങനെയുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പൂക്കളും ഇതിനകത്ത് കാണത്തില്ല. ഇതിൽ തുമ്പ, തെച്ചി, പിന്നെ ചെമ്പരത്തി പൂവ്, അങ്ങനെ തുടങ്ങിയ, പിന്നെ ചെമ്പകം, അങ്ങനെ തുടങ്ങി നിരവധി അന്യം നിന്ന് പോയിട്ടുള്ള പല ചെടികളും ഇതിനകത്തുണ്ട്. ഇത് കാണുമ്പോൾ
നമ്മുടെ ഗസ്റ്റിനാണെങ്കിലും നമ്മുടെ സ്റ്റാഫിനാണെങ്കിലും എല്ലാം വളരെ ഒരു ആനന്ദം കൊടുക്കുന്ന ഒരു പുഷ്പങ്ങളുടെ ഒരു ശേഖരം മാരാരി ബീച്ചിലുണ്ട്. ഇതിനെ കണ്ടിട്ട് ഗസ്റ്റെല്ലാം വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവരിൽ ഉണ്ടാകുന്നത്. കേരളീയ ഗ്രാമീണ സൗന്ദര്യം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ആലപ്പുഴയുടെ സൗന്ദര്യ കേന്ദ്രം കാണാൻ വിദേശീയരാണ് കൂടുതലായി എത്തുന്നത്. പല നഴ്സറികളിൽ നിന്നായി ശേഖരിച്ച സസ്യങ്ങളും വൃക്ഷത്തൈകളും പറമ്പൊരുക്കിയാണ് നട്ടുപിടിപ്പിച്ചത്. സൗന്ദര്യവും ആകർഷകത്വവുമുള്ള നാടൻ പൂക്കൾ വിരിഞ്ഞതോടെ വിവിധ ഇനത്തിൽപ്പെട്ട പറവകളും പൂമ്പാറ്റകളും കൂടുതലായി തോട്ടത്തിലെത്താൻ തുടങ്ങി. സഞ്ചാരികൾക്ക് ആകർഷകമായി ഒരു ചിത്രശലഭ ഗാർഡൻ ഒരുക്കാൻ ഇത് കാരണമായി. ജൂൺ മുതൽ 3 മാസക്കാലമാണ് കൂടുതലായും ശലഭങ്ങൾ എത്തുന്നത്. കേരളത്തിൽ കണ്ടുവരുന്ന 15ഓളം ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഏത് കാലാവസ്ഥയിലും ഈ തോട്ടത്തിലുണ്ടാകും. വിവിധ കാലഘട്ടങ്ങളിൽ എത്തുന്ന ശലഭങ്ങൾക്ക് പ്രിയപ്പെട്ട ചെടികൾ വച്ചുപിടിപ്പിക്കുവാനാണ് CGH ഗ്രൂപ്പിന്റെ തീരുമാനം. കേരളത്തിലെ മികച്ചൊരു ചിത്രശലഭ ഗാർഡനാക്കി ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ശലഭങ്ങളെ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും കഴിയുന്ന വിധത്തിൽ മനോഹരമായ വിനോദ വിജ്ഞാന ഗാർഡനായി ഈ പൂന്തോട്ടം വളരുകയാണ്. ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഒരു 96 സ്പീഷീസിലധികം ഉള്ള ബട്ടർഫ്ലൈസ് ഇതിനകത്തുണ്ട്. ഈ ബട്ടർഫ്ലൈസിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അതിന് പറ്റിയിട്ടുള്ള ചെടികൾ ഇവിടെ നമ്മളിതിനകത്ത് നട്ടു വളർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തെച്ചി, പിന്നെ കരിവേപ്പില, കൃഷ്ണകിരീടം, അങ്ങനെ തുടങ്ങി അന്യം നിന്ന് പോയിട്ടുള്ള പല പ്ലാന്റ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. അതിലാണ് ഈ ബട്ടർഫ്ലൈ വന്ന് മുട്ടയിടുന്നതും അവിടെയാണ് ഇതിൻ്റെ പ്രജനനം ചെയ്യുന്നത്. ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അവിടെ ബട്ടർഫ്ലൈസ് ഉണ്ടാകണമെങ്കിൽ അത് ഒരു എൻവയൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബട്ടർഫ്ലൈസ് വരണമെങ്കിൽ അവിടെ എൻവയൺമെൻറ്റ് നല്ലതായിരിക്കണം. അവിടെ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ പൊല്യൂഷനുള്ള സ്ഥലത്ത് ഈ ബട്ടർഫ്ലൈസ് വന്ന് മുട്ടയിടുകയോ അതിൻ്റെ പ്രജനനം നടക്കത്തുമില്ല. ഇതും ഇതിൻ്റെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ കുറേ ഗസ്റ്റ് വന്ന് ആ ബട്ടർഫ്ലൈസിനെ പറ്റി ഏതെല്ലാം ബട്ടർഫ്ലൈസാണ് ഉള്ളത്, ഏതെല്ലാം ചെടികളിലാണ് ഇത് വന്ന് മുട്ടയിടുന്നത്, എവിടെയാണ് ഇതിൻ്റെ പ്രജനനം നടക്കുന്നത് ഉള്ളതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമ്മളെ ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടിട്ട് തന്നെ പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ ബട്ടർഫ്ലൈസിനെ പറ്റി പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ട് ഇവിടെ മുഹമ്മയിലുള്ള ഒരു CMI സ്കൂള്, അങ്ങനെ പിന്നെ നമ്മുടെ സ്കൂളുകൾ മാത്രമല്ല പല വീടുകളിലും ഈവൻ മറ്റുള്ള ഹോട്ടലുകാർ തന്നെ നമ്മളെ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം ശരിക്കും അത് അവർ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ ആ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു അവയർനെസ് വളരെ വലിയ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പൂക്കളും ചെടികളും കൊണ്ട് അലങ്കൃതമായ മനോഹരമായ ഫാം ഹൗസ് പുറത്തുനിന്നെത്തുന്നവരെ ആകർഷകമായി അലങ്കരിച്ച ഇളനീർ നൽകി സ്വീകരിക്കുന്നു. അവർക്ക് ഫാം ഹൗസിലെ ജൈവ മേഖല സന്ദർശിക്കുന്നതിനും കടൽ തീരത്ത് വിശ്രമിക്കുന്നതിനും സൗകര്യങ്ങൾ. വൈകുന്നേരങ്ങളിൽ നാടൻ രീതിയിലുള്ള ഒരു ചായ കുടിയുമാകാം. ഉന്തുവണ്ടിയിൽ ചായയും പലഹാരങ്ങളും നൽകുന്ന തനി നാടൻ രീതി ഇവിടെ മാത്രമേ കാണുവാൻ കഴിയൂ. മത്സ്യങ്ങളെയും ജലസസ്യങ്ങളെയും സംരക്ഷിച്ച് വളർത്താനായി ചെറുതും വലുതുമായ 22 കുളങ്ങൾ ഇവിടെയുണ്ട്. സസ്യങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ മനോഹര തീരം പക്ഷികളുടെ സംഗീതത്താൽ സ്വരമധുരമാണ്.
ഇവിടെ വളർന്ന് പന്തലിക്കുന്ന ചെമ്പരത്തി ചെടിയുടെ പൂക്കളും ഇരുമ്പം പുളിയും ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് ആരോഗ്യത്തിന് ഉത്തമമാണ്. ഇതുണ്ടാക്കുവാൻ എളുപ്പമാണെന്ന് ശ്രീജ പറയുന്നു. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ബിലിമ്പി ഒന്ന് പോച്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ജസ്റ്റ് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ബിലിമ്പി ഇടുന്നു. ജസ്റ്റ് ഒന്ന് ബോയിലായി കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് വെക്കുക. എന്നിട്ട് അത് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ആക്കുക. ഇതിന് നമ്മൾ കൂൾ ചെയ്തിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് അടിക്കുന്നു. എന്നിട്ട് സ്ട്രെയിൻ ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഹണി മിക്സ് ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ തലമുടിയുടെ യുവത്വവും കറുപ്പും നിലനിർത്തുവാൻ കഴിയുന്ന പുഷ്പച്ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞവയാണ്. രക്തശുദ്ധിക്കും യുവത്വ സംരക്ഷണത്തിനും സഹായിക്കുന്ന നാടൻ ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി പൂ വെച്ചിട്ട് ഞങ്ങൾ ഈ നമ്മൾ വരുന്ന ഗസ്റ്റിന് വിടുന്ന കരിക്കിന് അതിൻ്റെ ഒരു അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കരിക്ക് ചെത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചെമ്പരത്തി പൂ വയ്ക്കുന്നുണ്ട്. പിന്നെ ചെമ്പരത്തി പൂ വെച്ചിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്. ചെമ്പരത്തി പൂ എടുത്തിട്ട് നല്ല കോക്ടെയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതേമാതിരി ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. ചെമ്പരത്തിയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ താളി നമ്മുടെ നര ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കാറുണ്ടായിരുന്നു. വളരെ ഔഷധ ഗുണമുള്ള ഈ ചെമ്പരത്തി അത് മരാരി ബീച്ചിലൊരു നയനാന്തരമായിട്ടുള്ള കാഴ്ചയാണ്. അതിനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡ്രിങ്കായിട്ടും ഒരു ഫുഡായിട്ടും പിന്നെ ഇതിൻ്റെ ഈവൻ നാച്ചുറൽ കളറിന് വേണ്ടിയിട്ട് ഫുഡിൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ കളറിന് വേണ്ടിയിട്ടും ചെമ്പരത്തിപ്പൂ നമ്മൾ ഇഷ്ടംമാതിരി ഉപയോഗിക്കുന്നുണ്ട്. മലയാളിയുടെ അടുക്കളയിൽ അല്പം പുളിരസം നൽകുന്ന ഒന്നാണ് ഒടിച്ചുകുത്തി നാരകം. ഫാം ഹൗസിലെ ആവശ്യത്തിനായി 6-ലധികം നാരകങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അച്ചാറിനും കറിക്കും ഉപയോഗിച്ചിരുന്ന നാടൻ ഇരുമ്പുംപുളി മരങ്ങളും ഈ കൃഷിയിടത്തിലുണ്ട്. ഗുണവും രുചിയും കൂടുതലുള്ള നാടൻ ഫലവൃക്ഷങ്ങളുടെ ചെറിയൊരു താവളമായി ഈ കൃഷിയിടം മാറുകയാണ്. വിദേശീയരും സ്വദേശീയരും ഏറെ ഇഷ്ടപ്പെടുന്ന നാടൻ ഇനത്തിൽപ്പെട്ട പപ്പായ ചെടികൾ. പോഷക സമൃദ്ധമായ പഴമാണ് പപ്പായ. വിവിധ ഇനത്തിൽപ്പെട്ട വാഴകൾക്കിടയിലും പൂന്തോട്ടത്തിലും പപ്പായ മരങ്ങളുണ്ട്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന വിളയാണ് പപ്പായ. സൗന്ദര്യവർദ്ധനവിന് പപ്പായ പഴം ഉപയോഗിച്ചു വരുന്നു. പപ്പായയ്ക്ക് പുറമെ നേന്ത്രവാഴ, കദളിവാഴ, പൂവൻ തുടങ്ങി 10-ലേറെ നാടൻ വാഴകളെ ഈ കൃഷിയിടത്തിൽ നട്ടുപരിപാലിക്കുന്നുണ്ട്. പപ്പായ തോരൻ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വിഷം ഉള്ള ഈ കോളിഫ്ലവറോ മറ്റുള്ളതിനെക്കാട്ടും ഏറ്റവും വളരെ രുചികരമായിട്ടുള്ള തോരൻ ഈ പപ്പായ ഉണ്ടാക്കുക. പിന്നെ നമ്മളിവിടെ പപ്പായ ചീരയുടെ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പപ്പായ പിന്നെ അതിൻ്റെ ഏറ്റവും ഫോറിനേഴ്സിന് ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫ്രൂട്ടാണ് പപ്പായ. രാവിലെ അവർക്കൊരു ഫ്രൂട്ട് ഒരു ഡേ തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നൊരു മിക്ക ദിവസങ്ങളിലും ആ ഒരു പപ്പായയുടെ ഫ്രൂട്ട് കഴിച്ചിട്ടാണ്. ഈ ഒരു പപ്പായയുടെ നമുക്ക് ഇന്ന് എല്ലാ വീടുകളിലും ഇന്ന് നമ്മൾ നട്ടു വളർത്തുന്നതാണ്. ഇതിൽ വളരെ വിറ്റാമിനുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതും പിന്നെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ പേരക്കയുണ്ട്, വാഴയുണ്ട്,
ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ അതിലാണ് കദളി വാഴയുണ്ട്, ഏത്തക്കായുണ്ട്, പിന്നെ പിന്നെ ഒത്തിരി വാഴ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാഴയ്ക്ക് തന്നെയാണെങ്കിലും അത് തോരൻ വയ്ക്കാനും പിന്നെ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതിനും അതിനെല്ലാം ഈ ഇതിനകത്തുള്ള വാഴപ്പഴം ഇഷ്ടംമാതിരി നമ്മൾ ഇവിടെ മാരാരി ബീച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു. 18 കോടി തെങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. കണക്കുകൾ തെറ്റിയാലും മാരാരി ബീച്ചിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള 2000 തെങ്ങുകളുണ്ട്. ഇതിലെ കരിക്കുകൾ അലങ്കരിച്ച് നൽകിയാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. കടൽക്കാറ്റിൽ ഇളം കുളിര് പകരുന്ന തെങ്ങിൻ തോട്ടം നാടൻ പുല്ല് നട്ട് കൂടുതൽ ആകർഷകമാക്കിയിരിക്കുന്നു. ഇവിടെ ഇതുവരെ 12-ൽ പരം പക്ഷികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള തെങ്ങെല്ലാം നാടൻ തെങ്ങുകളാണ്. അപ്പം ഈ നാടൻ തെങ്ങുകളിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ സാധാരണ ഇതിൽ നമ്മളൊരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന സാധനങ്ങൾ ആ തെങ്ങിന് തന്നെ തിരിച്ച് കിട്ടണം. കാരണം ഉണ്ടെങ്കിൽ സാധനം ഓല വീണെങ്കിലും ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഓലയെല്ലാം ഒരു സൈഡിലെടുത്ത് മാറ്റിയിട്ടിട്ട് അത് കമ്പോസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ച് തന്നെ തെങ്ങിന് വളമായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ഇവിടെ കൊടുക്കുന്ന നമ്മൾ ഗസ്റ്റിന് വരുന്ന കരിക്ക് എല്ലാം ഇവിടെ നിന്നാണ് ഇടുന്നത്, ഈ മാരാരി ബീച്ചിൽ നിന്നാണ്. പിന്നെ നമ്മൾ കുറച്ചുനിന്ന് പുറത്തുള്ള ആൾക്കാരോട് നമ്മൾ കരിക്ക് കൊടുക്കും. ഇന്നിപ്പോൾ നല്ല കരിക്ക് കിട്ടാനുമില്ല. കാരണം ഉണ്ടെങ്കിൽ പലപ്പോഴും പറഞ്ഞത് ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്കെല്ലാം ഈ എൻഡോസൾഫാനും അതെല്ലാം അടിച്ചിടുന്നുള്ള ഇതാണ്. അപ്പം അതിൽ നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ ഇഷ്ടംമാതിരി തെങ്ങ് കൃഷിക്ക് ഇപ്പം ഈ പ്രത്യേകിച്ച് ഇവിടെ ഈ മാരാരിക്കുളം പഞ്ചായത്ത് വഴി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വഴിയിലെല്ലാം പല കർഷക പിന്നെ കൂട്ടായ്മകളുണ്ട്. അപ്പം പിന്നെ ഈവൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ മാരാരി ബീച്ച് ഇവരായിട്ട് പഞ്ചായത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നൊരു കാര്യത്തിനുണ്ടെങ്കിൽ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ അതിൻ്റെ അവരും ഞങ്ങളുടെ ഇപ്പോൾ തേങ്ങ ഇടുന്നതെല്ലാം ഈ ചങ്ങാതിക്കൂട്ടത്തിലുള്ള കുറേ ഗേൾസും ബോയ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ തേങ്ങ തന്നെ ഇടുന്നത്. അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ഒരു ഇതിൽ തെങ്ങിന് ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ എക്കോണമിയിലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മൾ തെങ്ങ് കൃഷി ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി ഈ തൊഴിലില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തെല്ലാം ഇതിന് തെങ്ങ് കയറ്റത്തിനുള്ള ഒരു പരിശീലനം കൊടുത്ത് അതിന് ആ ഒരു ജോബിന് നല്ലൊരു ഡിഗ്നിറ്റി ഒന്നുകൂടി നല്ലൊരു ഡിഗ്നിറ്റി ഉണ്ടാകാനും കുറേ ആൾക്കാർ അൺഎംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കാനും കർഷകരെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഈ ചങ്ങാതിക്കൂട്ടം വളരെ ഒരു സ്ട്രോങ് മൂവ്മെൻ്റ് ആയിട്ട് ഇപ്പം മാരാരിക്കുളത്തും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. മനുഷ്യന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് രാസമാലിന്യങ്ങളില്ലാത്ത പച്ചക്കറികൾ കൂടിയേ തീരൂ. ഇന്ന് മലിനമല്ലാത്ത പച്ചക്കറികൾ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ കമ്പോസ്റ്റ് വളം നൽകി 50 സെന്റ് സ്ഥലത്ത് വിവിധ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്നു. പാരമ്പര്യമായ ഗ്രാമീണ വീടുകളെ നവീകരിച്ചിരിക്കുന്നത് ഓല മേഞ്ഞുകൊണ്ടാണ്. തെങ്ങോലകൾ കൊണ്ട് മനോഹരമായ വീടുകളിൽ താമസിച്ച് നാടൻ ഭക്ഷണം കഴിക്കാനെത്തുന്നവരിൽ ഭൂരിഭാഗവും വിദേശീയരാണ്. ഫാമിലെത്തുന്നവർ അവർക്കിഷ്ടമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷിയിടത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത്. ഇത് അവരുടെ ഇഷ്ടപ്രകാരം പാകം ചെയ്ത് നൽകുന്ന ഫാം കിച്ചണിൽ കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വലിയ ചെമ്മീനുകൾ ചേർത്ത് വിവിധ രുചികളിൽ ഭക്ഷണമൊരുക്കുന്നുണ്ട്. കർഷകൻ ടീമിന് വേണ്ടി പച്ചക്കറികളും ചെമ്മീനും ചേർത്ത് ശ്രീജ ഒരു ഭക്ഷണമൊരുക്കി. കറിവേപ്പില,
ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നു. കുറച്ച് സോൾട്ട്, നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് ഈ പ്രോൺസ് കേട്ടോ. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇടുന്നു. പ്രോൺസ് ശരിക്കും ഒരു 3 minutes ഒക്കെ മതി ഇത് കുക്കാവാനായിട്ട്. ലൈം ജ്യൂസ്. ലാസ്റ്റ് നമ്മൾ ഈ കോക്കനട്ട് ക്രഷ് ചെയ്തിടുക. നമ്മുടെ തോരൻ റെഡി ആയേക്കുവാണ്. നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കും. പിന്നെ ഇവിടെ നമ്മളൊരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കും. സ്റ്റാർട്ടറായിട്ട് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുത്തതും പിടിച്ചെടുത്തതുമായ വസ്തുക്കൾ കൊണ്ട് രുചിയുള്ള ഭക്ഷണം ഒരുക്കുമ്പോൾ അത് മാനസികമായ സന്തോഷമാണ് നൽകുന്നത്. പന്തലിട്ട് കുമ്പളവും പടവലവും പാവലും വളർത്തിയിരിക്കുന്നു. കൂടാതെ നാടൻ ഇനങ്ങളായ ചേമ്പും ചീരയുമെല്ലാം ഈ പച്ചക്കറി തോട്ടത്തിലുണ്ട്. ഈ ശീതകാല പച്ചക്കറികളായിട്ടുള്ള ക്യാബേജും പിന്നെ കോളിഫ്ലവർ എല്ലാം നമ്മുടെ ഗാർഡനിലുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് കോവയ്ക്ക, വെണ്ടയ്ക്ക, പയർ, പലതരം പയറുകൾ, കഞ്ഞിക്കുഴി പയർ, പിന്നെ വഴുതനങ്ങയാണെങ്കിൽ പല വെറൈറ്റി വഴുതനങ്ങ, വാഴയാണെങ്കിൽ പല വെറൈറ്റി, കപ്ലങ്ങ, പപ്പായ, അങ്ങനെയുള്ള ഒത്തിരി പച്ചക്കറികൾ നമ്മുടെ ഫാം കിച്ചണിലുണ്ട്. ഇതിൻ്റെ ഈ മാരാരിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉപ്പുരസമുള്ള അല്ലെങ്കിൽ കൂടുതൽ മണലായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചൊരിമണലാണുള്ളത്. ഈ ചൊരിമണലിൽ ഈ പച്ചക്കറി ഉണ്ടാക്കാറുള്ളത് വളരെ ഒരു വൈഷമ്യം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഉണ്ടെങ്കിൽ ഇതിനുള്ള ഫലഭൂയിഷ്ടി അധികം ഇല്ലാതെയാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ ഒരു 4 ഏക്കറിലധികം പച്ചക്കറി നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഈ വളം ഇതിൻ്റെ അകത്ത് ഒരു കീടനാശിനികളോ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ അങ്ങനെയുള്ള വളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെയുള്ള നമ്മുടെ ബയോമാസ് ഡൈജസ്റ്റർ നമ്മൾ ഇതിൽ ഇഷ്ടംമാതിരി മരങ്ങളുണ്ടല്ലോ. ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇലകളും പിന്നെ നമ്മൾ ഈ മാരാരി ബീച്ചിൽ ഏറ്റവും നമ്മളൊരു വർഷം ഏതാണ്ട് 70,000 ഓല ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാ കോട്ടേജിനും അത് താച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 70,000 ഓല ഉപയോഗിക്കും. അതിൻ്റെ ഈ ദ്രവിച്ചു പോകുന്ന ഈ ഓലയുടെ അതും നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് അതൊക്കെയാണ് നമ്മളിവിടെ ഈ വളമായിട്ട് ഉപയോഗിക്കുന്നത്. കടലിലെ തിരമാലകളെ നോക്കി തീരപ്രദേശത്ത് വിശ്രമിക്കുമ്പോൾ തണലും കുളിരും പകരുന്ന തെങ്ങുകൾ, ഇവയുടെ ചുവട്ടിൽ കൗതുകം പരത്തി വളരുന്ന വെച്ചൂർ പശുക്കൾ, 1.5 ലിറ്റർ പാൽ ലഭിക്കുന്ന 2 വെച്ചൂർ പശുക്കളും അട്ടപ്പാടി ആടുകളും ഈ കൃഷിയിടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. വളരെ ചിട്ടയോടെ ശാസ്ത്രീയമായി ഒരുക്കിയിരിക്കുന്ന ജൈവസമൃദ്ധമായ ഫാം ടൂറിസം സെന്റർ. ഒരിക്കലെത്തിയാൽ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് ഈ ഫാം നമുക്ക് നൽകുന്നത്. ജൈവ കൃഷിയിലേക്ക് എല്ലാം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഉല്ലാസം അത് നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ആരോഗ്യവും അതിനായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ ആ സമർപ്പണത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ നട്ടുവളർത്തിയ ഒരു പാവലോ അല്ലെങ്കിൽ നമ്മളൊരു വെണ്ടയോ അല്ലെങ്കിൽ ഒരു പയറോ എന്തിലും അത് നമ്മൾ ഒരു കൃഷി ചെയ്ത് അതിന് നമ്മളതിനെ എല്ലാ ദിവസവും കുറച്ച് വെള്ളമൊഴിച്ചു അതിന് കുറച്ച് നമ്മൾ വളമിട്ടു അത് രാവിലെ പോയിട്ട് അതിനെ ഒന്ന് തട്ടി ഒന്ന് തടവുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് പരിചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മാനസികോല്ലാസം അതൊരു വളരെ എനിക്ക് തോന്നുന്നു നമ്മൾക്കുള്ള എന്ത് അസുഖമുണ്ടെങ്കിലും ഈ അസുഖങ്ങളെല്ലാം ഈ കിട്ടുന്ന മാനസികോല്ലാസത്തിന് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വളരെ വളരെ വിശ്വാസമുണ്ട്. ഓരോ കൃഷി ചെയ്യുമ്പോഴും ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കണം. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച് നന്മയോടെ കൃഷി ചെയ്താൽ നന്മയുടെ ഫലങ്ങൾ ഈശ്വരൻ നൽകുമെന്നാണ്
ദൈവവിശ്വാസിയായ സുബ്രഹ്മണ്യൻ്റെ അഭിപ്രായം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ആ ഒരു സംഗതികളും നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നടക്കണമെങ്കിൽ ഇതിനെല്ലാം ഒരു നിമിത്തമായിട്ടുള്ള ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. ഞങ്ങൾ സ്റ്റാഫിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയണമെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലാഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. എല്ലാത്തിനും നിദാനമായിട്ടുള്ളത് ആ ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നിദാനമായിട്ടുള്ളത് ഒരു ഈശ്വര കൃപയാണ്, ഈശ്വരൻ്റെ ചൈതന്യമാണ്. ഈ ഈശ്വരൻ്റെ ചൈതന്യമാണ് ഞങ്ങളെ ഈ നല്ല വഴിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിലോട്ട് ഞങ്ങളെല്ലാ സ്റ്റാഫിനും നയിക്കുന്നത്. തീരദേശ റോഡിലൂടെ ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അർത്തുങ്കൽ പള്ളി കഴിഞ്ഞാണ് മാരാരി ബീച്ച്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ജൈവസമൃദ്ധമായ ഈ മനോഹര കൃഷിയിടം വീണ്ടും വീണ്ടും കാണുവാനും മാതൃകയാക്കാനും ഒന്നു കണ്ടവർ മോഹിച്ചു പോകും.